Assalamualaikum. Welcome back to day 3 of 50 days of fitness challenge. അപ്പോൾ സ്റ്റാർട്ടിങ് മൈ ഡേ വിത്ത് ഗ്ലാസ് ഓഫ് നോർമൽ വാട്ടർ. അപ്പോൾ ഇന്നലെ ഡിന്നർ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമൽ ഒന്ന് 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക രാവിലെ. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീറ്റ് ബ്രെഡാണ്. ഇന്നലെ നൈറ്റും വീറ്റ് ബ്രെഡാണ്. അപ്പോൾ ഈ വീറ്റ് ബ്രെഡിനെ പറ്റി ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കേടൊന്നും പോകില്ല ഇത്രയും അധികം. അപ്പോൾ ഇത്രയും അധികം ഒന്നുമില്ല, ഒരു പാക്കാണ് ഇതാക്കി വെക്കുന്നത്. പിന്നെ അത് കേടൊന്നും പോകുന്നില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ എടുക്കുന്ന ടൈമിൽ ഒന്ന് ഓവനിൽ ചൂടാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പാനിലിട്ടിട്ട് തന്നെ ചൂടാക്കി എടുത്താൽ മതി. അത് ഓവനിൽ ചൂടാക്കി വരുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ എടുത്തിട്ടുള്ളത് ഒന്ന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്താണ്. ഇത് ശരിക്കും സ്ക്രാമ്പിൾ ചെയ്യാൻ കരുതിയൊന്നല്ല, ഓയിൽ ഇല്ലാത്തതുകൊണ്ട് പാനിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പിന്നെ സ്ക്രാമ്പിൾ ആക്കിയതാണ്. പിന്നെ ഇതാ കടലക്കറിയത്ത് കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഇപ്പോൾ വീറ്റ് ബ്രെഡിൻ്റെ പകരം ചപ്പാത്തി ഓർ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. വീറ്റ് ദോശ ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇനി അരി ഭക്ഷണം തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരെണ്ണമൊക്കെ കഴിച്ചാൽ ഓക്കെയാണ്. പിന്നെ ഇതാ ബിൽസൈ അല്ലെങ്കിൽ എഗ് സ്ക്രാമ്പിൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ കടലക്കറീൻ്റെ പകരം ചെറുപയർ കറിയോ വൻപയർ കറിയോ എന്ത് വേണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:30-11:45 ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുന്നുണ്ട്. അധികമൊന്നും കഴിക്കണില്ല. കാരണം ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ളതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കണ്ടാതെ പോകണം എന്നാണ് കരുതുന്നത്. പിന്നെ ചെറിയൊരു വിശപ്പ് വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് ഇത് കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് ചോദിക്കണോണ്ട് ഇത് മാത്രമല്ല കഴിക്കുക, പിന്നെ കുറേ വെള്ളം കുടിക്കും. പിന്നെ കല്യാണത്തിന് പോലെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം. എന്താണെന്ന് ഫുഡൊന്ന് പോയി നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്യണില്ല. ഒന്നാമത് തിരക്കാവും, അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനൊന്നും കഴിയില്ല. പിന്നെ അതുമല്ല, അത് നിങ്ങളൊരു പ്രചോദനമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ അത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും, അല്ലാതെ നോ ഓപ്ഷൻ. അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് കഴിച്ച് വെക്കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ പറയുക, ഞാൻ ഡയറ്റിലാണ്, എനിക്കിതൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഇതൊരു എനിക്കെന്തോ അത് അങ്ങനെ പറയാനായിട്ട് തോന്നില്ല. അപ്പോൾ കഴിക്ക് പറയുമ്പോൾ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഞാൻ കഴിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്ലാതെ വിശപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു കുഞ്ഞിപ്പഴം കഴിക്കുന്നുണ്ട്. ഒരു 12:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ കല്യാണത്തിന് പോകും. അപ്പോൾ കല്യാണത്തിന് പോകുന്നതിൻ്റെ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ വെള്ളം കുടിച്ചിട്ട് പോകണം. കാരണം കല്യാണത്തിൻ്റെ ഫുഡ് ചിലപ്പോൾ അവിടെ കണ്ടാൽ അവിടെ കഴിച്ച് പോകും. അപ്പോൾ അങ്ങനെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരും തന്നെ. പിന്നെ കല്യാണം ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ കുറേ വെള്ളം ആദ്യം കുടിക്കണം. അപ്പോൾ നിങ്ങളുടെ ഡയറ്റൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ കുറേ പോസിറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഇത് ഇടുമ്പോൾ ധാരാളമൊക്കെ കാണുമെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ വെയിറ്റ് കുറയുമോ? പിന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെയിറ്റ് കൂടിയ പോലെ ഉണ്ടല്ലോ എന്ന്. ആക്ച്വലി ആ ഒരു വീഡിയോ മാക്സി വീഡിയോ എനിക്ക് മാക്സി കുറേ മുമ്പ് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 1 വീക്ക് മുന്നൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം എന്നും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ എല്ലാ മീൽ കഴിച്ചതിന് ശേഷം നല്ലപോലെ നടക്കാറുണ്ട്. അത് മാത്രമേ ഇപ്പം നടക്കണുള്ളൂ. പിന്നെ ഞാനിതാ ചെയ്യുന്ന വെച്ചിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുക, ജമ്പിങ് ജാക്സ് ചെയ്യുക. പിന്നെ ഞാൻ വേണമെങ്കിൽ നല്ല വർക്കൗട്ടിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുക, അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് തന്നെ കാണിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് എന്താ ഇപ്പോൾ ഇതിന് മാത്രം തിരക്കെന്ന് വെച്ചാൽ തിരക്കുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫ്രീ ആയിട്ടുള്ള ദിവസം ഇൻഷാ അല്ലാ അതുകൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ 3rd ഡേ ഓഫ് വെയിറ്റ് ലോസ് ജേർണിയാണ്. 3rd ഡേ ഓഫ് 50 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ജേർണിയാണ്. അപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. കാരണം നമ്മൾ വലിയ ക്ഷീണമില്ല, വലിയ ക്രേവിങ്സ് ഇല്ല. ക്ഷീണമില്ലാത്തതിൻ്റെ കാരണം നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്തിട്ടും അങ്ങനെയൊന്നുമല്ലല്ലോ. പിന്നെ ക്രേവിങ്സ് ഇല്ലാത്തതിൻ്റെ കാരണം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ വെച്ചിട്ടായതുകൊണ്ട് പിന്നെ നമ്മളെ ടേസ്റ്റി ബഡ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കായതുകൊണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് 50 ഡേയ്സ് അല്ല, നമുക്കത് കുറച്ച് കാലം അല്ലെങ്കിൽ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഡയറ്റാണ്. നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ചില ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു നല്ലൊരു ഡയറ്റാണ്. അപ്പോൾ എല്ലാവരും കൂടെ സ്റ്റേ ഹെൽത്തി. തടി വെക്കാതെ മാത്രമല്ല, നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ. നമുക്ക് നമ്മൾ ആരോഗ്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക.
ഇനി ഞാൻ കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് ഈവനിങ് കാണാം. കല്യാണത്തിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ എന്തായാലും ആഡ് ചെയ്യില്ല. കാരണം അത് നിങ്ങൾക്കൊരു പ്രചോദനം ആവണ്ട. നിങ്ങളുടെ വീട്ടിലില്ല ഇപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിക്ക്, വീറ്റ് ദോശ ഉണ്ടെങ്കിൽ വീറ്റ് ദോശയ്ക്ക്, ഇനി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റൈസ് എടുത്തിട്ട് ബാക്കി അതിനേക്കാൾ റൈസ് എടുത്തതിനേക്കാൾ നിങ്ങൾ വെജിറ്റബിൾസ് എടുത്തിട്ട് കഴിക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഓവർ ഓയിലിൽ തൂമിച്ചെടുക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ മതി, അതിനെ അടിപൊളിയാണ്. പിന്നെ പപ്പടമൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഈവനിങ് കാണാം. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ആണ്. ഈവനിങ് ഇതാ 5:05 ഇതുവരെ ഉറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് നല്ല തിരക്കും പിന്നെ ഉറക്കവും കറക്റ്റ് രാത്രി കിട്ടാത്തതുകൊണ്ട് ഒരു 3 മണിക്കാണ് കിടന്നത്. ഒരു 4 വരെ കിടന്നു. അത്രയുള്ളൂ കിടന്നിട്ട്. നോർമലി നമുക്ക് ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ അരമണിക്കൂറാണ് നാപ്പ് ടൈം നല്ലത്. അതും 1-2ക്കുള്ളിലാണ്. പക്ഷേ ഞങ്ങൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ എന്താ പറയുക, നമ്മളെ ലഞ്ച് നമ്മൾ കരുതിയ പോലെ ഒന്നും ആയില്ല. ഇന്നത്തെ ലഞ്ച് വന്നിട്ട് നമ്മൾ കല്യാണത്തിനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റൈസും പിന്നെ കുറച്ച് ചിക്കനുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു കയ്യിൽ റൈസും പിന്നെ കുറച്ചധികം ചിക്കനുമാണ്, അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിശപ്പുണ്ട് അത്യാവശ്യം, കാരണം അങ്ങനത്തെ ഫുഡ് ആയതുകൊണ്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഇതാണ് ഇന്ന് ഈവനിങ് കഴിക്കാൻ പോകുന്നത്. ഇനി നൈറ്റ് നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാം. കാരണം ഇന്നത്തെ ഉച്ചക്ക് കുറച്ച് കഴിച്ചിട്ടുള്ളെങ്കിലും അങ്ങനത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് അതൊന്ന് ബാലൻസ് ആവാൻ നൈറ്റ് നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ കൂടുതൽ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളക്കുപ്പി ഇതാ ഇപ്പോൾ തന്നെ ഇത്ര ആയിട്ടുണ്ട്. ഇനി നൈറ്റ് ആകുമ്പോൾ എന്തായാലും കഴിയും. പിന്നെ ഇതിൻ്റെ പുറത്ത് ഞാൻ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്നൊക്കെ കുറേ വെള്ളം പിന്നെ തണുത്ത വെള്ളമൊക്കെ കുറേ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല ദാഹം ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഫുൾ കഴിക്കട്ടെ. ഇനി നൈറ്റ് കാണാം. നൈറ്റ് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ മടിയില്ലെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടൊരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഹലോ, അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. ഞാനെപ്പോഴും നേരത്തെ ഫുഡ് കഴിക്കണം, 7 മണി 7:30 ഫുഡ് കഴിക്കണം എന്നൊക്കെ നിങ്ങളോട് പറയും. പക്ഷേ ചില തിരക്ക് അല്ലെങ്കിൽ അറിയില്ല, ഗസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഫുഡിൻ്റെ കാര്യം കുറച്ചിങ്ങോട്ട് ടൈം ലേറ്റ് ആവും. പിന്നെ നമ്മൾ കിടക്കണതിൻ്റെ 3 മണിക്കൂർ മുന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് ലൈൻ ഉറക്കാത്തതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഒരു സിമ്പിൾ സാലഡാണ്. ഉച്ചക്ക് അത്യാവശ്യം കഴിച്ചുകൊണ്ട് അത്യാവശ്യം കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഉച്ചക്ക് അങ്ങനത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നൊരു സിമ്പിൾ സാലഡാണ് ഡിന്നറിന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് അവിടെ കടല എടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ കറി വെക്കുന്ന കടലാണ്. അപ്പോൾ ഈ കടല ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ നോർമലി ഉപ്പിട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ സാലഡ്ക്ക് വേണ്ടത് സിമ്പിൾ സാലഡാണ്. അപ്പോൾ ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുക്കുംബറാണ്, പിന്നെ അതുപോലെ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇതാ ഉള്ളുണ്ട്, മനസ്സിലാവും, ഷമാമാണ്. അപ്പോൾ യെല്ലോ കളർ ഒരു ഷമാമ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസും എടുക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നിങ്ങളെ കട്ടിങ് ബോർഡിന് വന്നിട്ടുണ്ടോ ഈ പ്രശ്നം? ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് പോവാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്ന് പറഞ്ഞുതരാം. പിന്നെ ഇതാ ഷമാമ. ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് കട്ട് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് സാലഡ് ആക്കുന്നതിന് പകരം ഒരു കുക്കുംബർ പീസും ഒരു ക്യാരറ്റ് പീസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കടിച്ച് കഴിച്ച് പോരും ടൈമില്ലാത്ത സിറ്റുവേഷനിലൊക്കെ. പിന്നെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, പക്ഷെ ആലോചിക്കാറുണ്ട്. അത് ഈ ക്യാരറ്റ് കൊടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കുക്കുംബറാണ്. കുക്കുംബർ എന്ന് പറഞ്ഞാൽ ഡയറ്റിന് പറ്റിയ ബെസ്റ്റ് ഫുഡാണ്. കാരണം ഇതിൽ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇട്ടും പിന്നെ കലോറി അത്രയും കുറവാണ്. അപ്പോൾ ഇത് വന്നിട്ട് കിയാറാണ്. രണ്ടും നല്ലതാണ് കേട്ടോ. എനിക്ക് പ്രാവശ്യം കിയാറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രണ്ടും എനിക്കിഷ്ടമാണ്. ഞാൻ ഒരു കുക്കുംബർ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നേരത്തെ ഫുഡ് കഴിക്കണോണ്ട് പിന്നെ വിശക്കണ്ടല്ലോ, അത്യാവശ്യം കഴിക്കാമെന്ന് കരുതി. ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ടെന്നുള്ളൂ. സംഭവം വന്നിട്ട് സാലഡ് മാത്രം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ല കുഞ്ഞിതാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ബട്ട് എനിക്ക് കുറച്ച് ധൃതി കൂടിയതുകൊണ്ട് ഞാൻ കുറച്ച് ഓക്കെ.
ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് വളരെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ചാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിന്നൊരു കുറച്ച് ഇന്ന് ഞാൻ ഈ ചാറ്റ് മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വേറെ എക്സ്ട്രാ ഉപ്പോ ലെമൺ ജ്യൂസോ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും പെപ്പർ പൗഡറും സോൾട്ടും ആഡ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇതൊക്കെ ഒന്നും കൂടി നല്ല ഓപ്ഷൻ അതാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കഴിക്കാൻ ഒരു കൊതി എന്നപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ലെമൺ ജ്യൂസും പെപ്പർ പൗഡറും പിന്നെ അതുപോലെ സോൾട്ടും മാത്രം ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡിന്നർ. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇതിൽ ഡ്രസ്സിനായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ചാറ്റ് മസാല മാത്രമാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെമൺ ജ്യൂസും പെപ്പർ പൗഡറും സോൾട്ടൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ കടല യൂസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് ചെറുപയറോ വൻപയറോ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് എനിക്ക് ഇഷ്ടമല്ല യൂസ് ചെയ്യുക. തക്കാളിയൊക്കെ നല്ലതാണ്. പിന്നെ അടക്കപ്പഴം പിന്നെ അതുപോലെ ഗോവ ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ അനാറ് പൊമഗ്രാനേറ്റ് അതൊക്കെ നല്ലതാണ് കേട്ടോ. അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി വേറെ ദിവസം വേറെ സാലഡ് ട്രൈ ചെയ്യാം. പിന്നെ ഒരു സിമ്പിൾ സാലഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു ഓവർനൈറ്റ് ഓട്സ് ആണ്. നമ്മൾ ഒരു ഓവർനൈറ്റ് ഓട്സ് ഓൾറെഡി സെക്കൻഡ് ഡേ ഓഫ് വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഓവർനൈറ്റ് ഓട്സ് ആണ്. അതിൻ്റെ കയ്യിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതും ഉണ്ടാക്കാൻ സിമ്പിളാണ്, പക്ഷെ കുറച്ചും കൂടി ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൂടി ഉണ്ടാക്കിയാൽ ഇന്നത്തെ അത് ഞാൻ നാളത്തെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാം. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ വന്നിട്ട്. അപ്പോൾ ഇത്രയും ദിവസത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാതെ കാണേണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നാളത്തെ 4th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാനൽ നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.